ഊന്നുകല്ലിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ വെങ്ങൂർ സ്വദേശിനി ശാന്തയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റസമ്മതം നടത്തി അടിമാലി സ്വദേശി രാജേഷ്. ചുറ്റിക വെച്ച് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും കൃത്യം നടത്തിയതിൽ മറ്റാർക്കും പങ്കില്ലെന്നും പ്രതിമൊഴി നൽകി. 3-4 മാസം മുൻപാണ് രാജേഷ് ശാന്തയെ പരിചയപ്പെട്ടത്. അടുപ്പം പിന്നീട് ബന്ധത്തിലേക്ക് വളർന്നു. ശാന്തയുടെ സ്വർണ്ണാഭരണം കൈക്കലാക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. ശാന്തയെ തെറ്റിദ്ധരിപ്പിച്ചാണ് വീട്ടിൽ നിന്നും കൊണ്ടുവന്നതെന്നും പ്രതിമൊഴി നൽകി. മൊഴി പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിലും കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. 18-ാം തീയതി രാത്രിയിലാണ് ഊന്നുകല്ലിലെ ആൾ താമസമില്ലാത്ത വീട്ടിൽ വെച്ച് കൃത്യം നടത്തിയത്. പകൽ കാറിൽ ഇവിടെ എത്തിയെങ്കിലും വീടിന് സമീപം ആളുകളെ കണ്ട് മടങ്ങി രാത്രിയോടെ തിരികെ എത്തുകയായിരുന്നു. ശാന്തയെ കൊലപ്പെടുത്തിയ മൃതദേഹം മാലിന്യ സംഭരണിയിലേക്ക് തള്ളിയിട്ട ശേഷം കാറിൽ മടങ്ങി. വസ്ത്രങ്ങൾ സമീപത്തെ തോട്ടിൽ ഒഴുക്കിക്കളഞ്ഞതായാണ് പ്രതിയുടെ മൊഴി. ശാന്തയുടെ മൊബൈൽ ഫോണും ബാഗും കോതമംഗലം കുരൂർ തോട്ടിലും എറിഞ്ഞു കളഞ്ഞു. കോതമംഗലത്തെ ഹോട്ടൽ തൊഴിലാളിയായ രാജേഷ് സംഭവത്തിന് ശേഷം ഹോട്ടലിലേക്ക് വന്നു പോകുമ്പോൾ കൊല നടത്തിയ വീടും പരിസരവും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. 23-ന് വരുമ്പോൾ വീട്ടിൽ പോലീസ് വാഹനവും ആൾക്കൂട്ടവും കണ്ടതോടെ മുങ്ങി. കാർ കോതമംഗലത്തെ കടയിൽ സീറ്റ് കവർ മാറ്റുവാൻ ഏൽപ്പിച്ച ശേഷം എറണാകുളം പള്ളുരുത്തിയിലെ ബന്ധുവീട്ടിലേക്കാണ് പോയത്. അവിടെ നിന്ന് ഗുരുവായൂർ, ഉടുപ്പി, ബംഗളൂരു എന്നിവിടങ്ങളിൽ പോയി ബുധനാഴ്ച വൈകിട്ട് എറണാകുളത്ത് തിരിച്ചെത്തിയപ്പോഴാണ് കുറുപ്പംപടി പോലീസിന്റെ വലയിലായത്. രാത്രിയോടെ ഊന്നുകൽ സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തു. വ്യാഴാഴ്ച പ്രാഥമിക തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. നേര്യമംഗലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന രാജേഷ് ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. രാജക്കാട് കള്ളിമലി സ്വദേശി വെങ്ങൂർ ഹരിതൻ നഗറിൽ താമസിച്ചിരുന്ന കുന്നത്തുതാഴത്ത് പരേതനായ ബേബിയുടെ ഭാര്യയായ 61-കാരി ശാന്തയാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച പള്ളുരുത്തിയിലെ ബന്ധുവീട്ടിൽ രാജേഷ് എത്തിയതായി വിവരം ലഭിച്ചിരുന്നു. അടിമാലി സ്വദേശിയായ ഒരാൾ പ്രതിയെ എറണാകുളത്ത് കണ്ടതായി പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഊന്നുകൽ മൃഗാശുപത്രിക്ക് സമീപം അടച്ചിട്ട ഹോട്ടലിന് പിന്നിലെ ആൾ താമസമില്ലാത്ത വീടിന്റെ അടുക്കള ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ശാന്തയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടുത്തെ മാലിന്യ സംഭരണിയോട് ചേർന്നുള്ള മാൻഹോളിൽ തള്ളിക്കയറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. 18-ന് തന്നെയാണ് ശാന്ത കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് നിഗമനത്തിലേക്ക് എത്തിയത്. ഇവരുടെ ആഭരണങ്ങളിൽ കമ്മലും അരഞ്ഞാണവും ഒഴിച്ചുള്ള 12 പവനും നഷ്ടപ്പെട്ടിരുന്നു. കുറുപ്പംപടി സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മൃതദേഹം കണ്ട വീടും സമീപത്തെ ഹോട്ടലും. മുൻപ് ഈ ഹോട്ടലിലെ പാചകക്കാരനായിരുന്ന രാജേഷിന് ഈ സ്ഥലം സംബന്ധിച്ച് അറിയാമായിരുന്നു. 18-നാണ് ശാന്തയെ കാണാതായത്. 20-ന് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറുപ്പംപടി പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. 23-നാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. രാജേഷിനൊപ്പം ശാന്ത പോകുന്ന ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിക്കുകയായിരുന്നു. കോതമംഗലത്തെ ഹോട്ടലിൽ പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന രാജേഷ് പോലീസ് എത്തും മുൻപ് തന്നെ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും ശാന്ത ധരിച്ചിരുന്ന ചുരിദാറും കണ്ടെത്തിയിട്ടില്ല. ശാന്തയുടെ നഷ്ടപ്പെട്ട 12 പവൻ സ്വർണത്തിൽ 9 പവൻ അടിമാലിയിൽ ഇതര സംസ്ഥാന ആഭരണ പണിക്കാർക്ക് വിറ്റ് 4 ലക്ഷത്തോളം രൂപയും 3 പവന്റെ മാലയും രാജേഷ് വാങ്ങിയിരുന്നു. 50,000 രൂപ വായ്പ വാങ്ങിയയാൾക്ക് കൊടുക്കുകയും കുറച്ചു തുക ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തതായും കണ്ടെത്തി. രാജക്കാട്ടെ സ്ഥലം വിറ്റ വകയിൽ ശാന്തയ്ക്ക് 10 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 ലക്ഷം രൂപ രാജേഷിന് വായ്പ നൽകിയതായും പറയുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 7:30 ജോലി ചെയ്യുന്ന ഹോട്ടലിൽ എത്തിയ രാജേഷ് പോലീസ് അന്വേഷിച്ചെത്തും മുൻപ് തന്നെ തന്ത്രപൂർവ്വം സ്ഥലം ഇടിക്കുകയായിരുന്നു. ഹോട്ടലിൽ ഉള്ളവരോട് പ്രഷർ കുറഞ്ഞതിനാൽ ആശുപത്രിയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ രാജേഷ് പോയത്. പോലീസ് പരിസരത്തെ ആശുപത്രികളിൽ അന്വേഷണം നടത്തിയെങ്കിലും ആശുപത്രിയിലെങ്ങും എത്തിയിട്ടില്ലെന്ന് വ്യക്തമായി. കോതമംഗലത്തെ ഒരു ആക്സസറീസ് ഷോപ്പിൽ കാർ ഏൽപ്പിച്ചു പെരുമ്പാവൂർ ഭാഗത്തേക്ക് നടന്നുപോയതായാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. 18-നാണ് ഇത്തരത്തിൽ ശാന്ത വെങ്ങൂരിലെ വീട്ടിൽ നിന്നും പോയത്. അന്ന് ഇവർ വെങ്ങൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫിസിയോതെറാപ്പിക്ക് എത്തിയിരുന്നു. പിന്നീട് ഇവരെ കാണാതായി. 20-ന് ബന്ധുക്കൾ കാണുവാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി. ശാന്തയുടെ കഴുത്തിന്റെ ഭാഗത്ത് തൈറോയ്ഡ് ചികിത്സിക്കാൻ നടത്തിയ ശസ്ത്രക്രിയയുടെ പാട് കണ്ടാണ് മകനും മകളും തിരിച്ചറിഞ്ഞത്. ഇനി മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ, വയനാട് മാനന്തവാടിയിൽ വയോധിക സ്വയം വെട്ടിമരിച്ചു. പയ്യമ്പള്ളിയിൽ പൂവത്തിങ്കൽ മേരിയാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത്. 67 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് ഈ ഒരു സംഭവം പുറത്തറിയുന്നത്. ഭർത്താവ് ചാക്കോ പള്ളിയിൽ പോയി തിരികെ വന്നപ്പോൾ വീടിന്റെ ഇരുവാതിലുകളും പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഏറെ നേരം വിളിച്ചിട്ടും പ്രതികരണമില്ലാതിരുന്നപ്പോൾ ചാക്കോ അയൽവാസികളെ വിളിച്ച് പിൻവാതിലിലൂടെ അകത്ത് കയറിയപ്പോഴാണ് മേരി ഇടത് കൈയും കാലും സ്വയം വെട്ടിമുറിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. രക്തം വാർന്നാണ് മേരി മരിച്ചത്. ഏറെ നാളായി ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ട വ്യക്തിയായിരുന്നുവെന്നാണ് മേരിയുടെ കുടുംബം പറയുന്നത്. സംഭവത്തിൽ മാനന്തവാടി പോലീസ് തുടർ നടപടി സ്വീകരിച്ചു. ഇതിനിടെ തൃപ്പുണിത്തറയിൽ 3-ാം ക്ലാസ്സുകാരനായ മകനെ 26 നായ്ക്കൾക്കൊപ്പം തനിച്ചാക്കി പിതാവ് കടന്നു കളഞ്ഞ വീട്ടിലെത്തിയ പോലീസും ജനപ്രതിനിധികളും കണ്ടത്
മുന്തിയ ഇനം നായ്ക്കൾ. ഭക്ഷണം കൊടുക്കാതെയും കുളിപ്പിക്കാതെയും പല നായ്ക്കളും ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. കുട്ടിയെ ബന്ധുക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. നായ്ക്കളെ പിന്നീട് ഷെൽട്ടർ ഹോമിലാക്കി. പിതാവ് സതീഷ് കുമാറിനെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല. കുട്ടിയുടെ മാതാവ് ജർമ്മനിയിലാണ്. കൊച്ചി എരൂർ തൈക്കാട് ക്ഷേത്രത്തിനടുത്ത വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന സതീഷിന് ആരോടും ബന്ധമില്ലെന്നും ഇടയ്ക്ക് വീട് വിട്ടു പോകുമെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 26 കൂറ്റൻ നായ്ക്കൾ സ്ഥലപരിമിതിയുള്ള വീട്ടിൽ ഉണ്ടായിരുന്നത് ഏറെ വൈകിയാണ് അയൽക്കാരും തിരിച്ചറിഞ്ഞത്. ഇയാളുടെ 3ാം ക്ലാസ്സുകാരനായ മകൻ വീട്ടിലുള്ളതും പലർക്കും അറിവില്ലായിരുന്നു. സതീഷിനോട് നായ്ക്കളെ വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് 20 ദിവസം മുൻപ് സ്ഥലം കൗൺസിൽ നിർദ്ദേശിക്കുകയായിരുന്നു. നഗരസഭ വീണ്ടും നോട്ടീസ് നൽകിയതോടെയാണ് സതീഷ് വീട് വിട്ടുപോയത്. ഇതാണ് ഇയാളെക്കുറിച്ച് വന്ന വിവരങ്ങളും. ഇയാളെക്കുറിച്ച് ഇതുവരെ മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും സഹോദരനുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തിരക്കുന്നുണ്ടെന്നും ഹിൽ പാലസ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സതീഷ് കുമാർ തൃപ്പൂണിത്തറയിൽ തന്നെ ഉണ്ടെന്നും നായ്ക്കളെ സ്ഥലത്തുനിന്ന് മാറ്റുന്ന സമയത്ത് ഇയാൾ അവിടെ എത്തിയ ശേഷം തിരികെ പോയെന്നും വിവരമുണ്ട്. സതീഷ് വീട് വിട്ടു പോയതോടെ കുട്ടി ജർമ്മനിലുള്ള അമ്മയെ വിളിച്ച് വിവരം പറയുകയും അമ്മ പോലീസിന് ബന്ധപ്പെടുകയുമായിരുന്നു. തുടർന്ന് ചേർത്തലയിൽ നിന്നും മുത്തശ്ശി അടക്കമുള്ള ബന്ധുക്കൾ എത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. ഇടയ്ക്കിടെ വീട് വിട്ടു പോകുന്ന സ്വഭാവം സതീഷിനുണ്ട് എന്നാണ് സഹോദരനിൽ നിന്ന് മനസ്സിലാക്കിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സഹോദരനെ വിളിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. എന്നാൽ സതീഷിനെതിരെ കേസെടുത്തിട്ടില്ല. ആരോടും വലിയ ബന്ധമില്ലാത്തയാളാണ് സതീഷ് എന്നാണ് സ്ഥലം കൗൺസിലർ PB സതീശൻ പറയുന്നത്. ഇടയ്ക്കിടെ സതീഷ് 2-3 ദിവസമൊക്കെ വീട് വിട്ടു നിൽക്കാറുണ്ടെന്നാണ് വിവരം. ഈ സമയത്ത് നായ്ക്കളെ കുളിപ്പിക്കാതെ വലിയ ദുർഗന്ധമാണ്. ഒപ്പം നായ്ക്കളുടെ കുരയും. അയൽവാസികൾ പരാതി പറഞ്ഞതോടെയാണ് നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് സതീഷിനോട് നിർദ്ദേശിച്ചത്. നായ്ക്കളെ ബ്രീഡിംഗ് നടത്തുന്നില്ല എന്നായിരുന്നു സതീഷ് അന്ന് പറഞ്ഞത്. എന്നാൽ ഇന്നലെ നായ്ക്കളെ മാറ്റുമ്പോൾ 3 എണ്ണം ഗർഭിണികളായിരുന്നു. സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന സംഘം ഏറ്റെടുത്താണ് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത്. ഇവയെ ഉടമസ്ഥൻ വരുമ്പോൾ തിരിച്ചു നൽകുമെന്നാണ് സതീഷ് പറഞ്ഞത്. സതീഷ് വീട് വിട്ടു പോയതിന് 3 ദിവസത്തിന് ശേഷമാണ് നായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത്. അപ്പോഴേക്കും പട്ടിണി കിടന്ന നായ്ക്കൾ അവശ്യരായിരുന്നു. 60,000 രൂപ മുതൽ മുകളിലേക്ക് വില വരുന്ന സൈബീരിയൻ ഹസ്കി അടക്കമുള്ള മുന്തിയ ഇനം നായ്ക്കളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായി അറിഞ്ഞെത്തുമ്പോൾ നായ്ക്കൾ അവശനിലയിലായിരുന്നുവെന്നാണ് SPCA ജില്ലാ സെക്രട്ടറി TK സജീവ് പറഞ്ഞത്. ആ വീടിന്റെ ഗേറ്റിന് പൂട്ടൊന്നുമില്ല. ആരോ വാതിൽ തുറന്നിടുകയും ചെയ്തു. വിദേശ ഇനം നായ്ക്കളാണ്. ആരെയെങ്കിലും ആക്രമിച്ചിരുന്നെങ്കിൽ പ്രശ്നമാകുമായിരുന്നു. മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത ചൂണ്ടിക്കാട്ടി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ നായ്ക്കളെയും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയെന്നും സജീവൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.